പ്രളയത്തിൽ ദുരിതമനുഭവിച്ച 12 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമൊരുക്കി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വാത്തിക്കുടി പഞ്ചായത്തിലെ പെരിയാർവാലി മേഖലയിൽ കാലങ്ങളായി താമസിച്ചു വന്നിരുന്ന 12 കുടുംബങ്ങൾക്കാണ് ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴി ഭവനം ഒരുക്കുന്നത്. 2018 കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ദുരന്തം നേരിട്ട പ്രദേശമാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ പെരിയാർവാലി. ഇവിടുത്തെ 12 കുടുംബങ്ങളുടെ സ്ഥലം വാസയോഗ്യമല്ലാതായി തീർന്നിരുന്നു. തുടർന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സ്ഥലം സന്ദർശിക്കുകയും ഇവർക്ക് വീട് വെച്ച് നൽകാമെന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. എം പി രൂപീകരിച്ച ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴി മറ്റു മേഖലകളിൽ നിന്നും സഹായം തേടിയാണ് 12 കുടുംബങ്ങൾക്കുള്ള വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 6 വീടുകളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക. ഇതോടെ ഈ കുടുംബങ്ങൾ ഏറെ ആശ്വാസത്തിലാണ്. 18 ഇവിടെ ഉരുളുപൊട്ടുകയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുകയും അവിടെ പെരിയാർവാലി എന്ന സ്ഥലത്ത് കിടക്കാൻ മേലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ക്യാമ്പിലൊക്കെ പോയി കിടക്കുകയും അത് കഴിഞ്ഞ് എം പി ആ പ്രദേശം വന്ന് കാണുകയും വീടില്ലാത്തവർക്ക് ആ ഭാഗത്ത് വീട് വാങ്ങിക്കുക ഒരു 12 വീടോടും എം പി തരികയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് കിടക്കാനുള്ള കിടപ്പാടം ആയിട്ടുണ്ട്. 6.5 ലക്ഷം രൂപ വകയിരുത്തി 515 ചതുരശ്രീ അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. 6 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടൊപ്പം മറ്റു 6 വീടുകളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് ഇടുക്കി കെയർ ഫൗണ്ടേഷൻ ഭാരവാഹി സാജു കാരക്കുന്നേൽ പറഞ്ഞു. എം പി ഏറ്റവും ദ്രുതഗതിയിൽ പെരിയാർവാലിയിലുള്ള വീടുകാരുടെ ആ ബുദ്ധിമുട്ട് കണക്കുകൂട്ടി അവർക്ക് ഏറ്റവും സുതാര്യമായിട്ട് വീട് വെച്ച് കൊടുക്കണം. നമുക്കറിയാം, ഏകദേശം 514 സ്ക്വയർ ഫീറ്റ് വീടാണ് ഓരോ കുടുംബങ്ങൾക്കും അനുവദിച്ചു വന്നത്. അത് 6.5 ലക്ഷം രൂപ ആണ് ഒരു കുടുംബത്തിന് വെച്ച് അലോട്ട് ചെയ്ത് വന്നത്. അത് ആ കർഷകരുടെ തന്നെ ആ ഉപഭോക്താക്കളുടെ തന്നെ അക്കൗണ്ടിലേക്ക് പൈസ വരികയും അത് കോൺട്രാക്ടർ ഏറ്റെടുത്ത് പണിയുകയും അത് 1-2 വീടുകൾ സ്വന്തം വീട്ടുകാർ തന്നെ ഏറ്റെടുത്ത് പണിയുകയും ഒക്കെ ചെയ്ത് എന്താണേലും 6 വീടിന്റെ പണി പുരോഗമിച്ച് പണി പൂർത്തീകരിച്ച് ഏകദേശം 4 വീടിന്റെ പണി പൂർത്തീകരിക്കുകയും 2 വീടിന്റെ പണി വളരെ ദ്രുതഗതിയിൽ പണി നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ദിവസം അതിൻ്റെയും പണി പൂർത്തീകരിക്കും. ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ 6 വീടുകളുടെ താക്കോൽ കൈമാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ.